ഞായറാഴ്ച ആയതുകൊണ്ട് അമ്മയും മക്കളും കൂടെ ചക്ക തന്നെയാണ്. ചക്കീനെ നോക്കിയേ, ചക്കീനാണ് നല്ല വരിക്കച്ചക്ക. എത്ര വർഷത്തിന് ശേഷമാണ് വരിക്കച്ചക്ക കഴിക്കണേ? 4 വർഷത്തിന് ശേഷമാണ് പുള്ളി വരിക്കച്ചക്ക കാണണേ. എങ്ങനെയുണ്ട്? നല്ല മധുരം ഉണ്ടല്ലോ അയജോ, എങ്ങനെയുണ്ട്? വരിക്കച്ചക്ക നാളിൽ ഞാനൊരു വഞ്ചിക്കാരി കണ്ട്. ഏത് വഞ്ചിക്കാരി? വാഗപ്പൂമരത്തോട്ടത്തിൽ നിന്നപ്പോൾ വഞ്ചിക്കാരിയെ കണ്ടു ഞാൻ. കടിച്ചു വെച്ച് തിന്നി ചക്കയൊക്കെ. കുഞ്ഞനെന്തേലും പറയണ്ട? ഒന്നും പറയാനില്ല, എന്ത് പറയാനായിട്ട്. നല്ല മധുരമുള്ള ഒക്കെയാണോ? സൂപ്പർ. എല്ലാം തേൻ വരിക്ക. തേൻ വരിക്ക. ചക്കയാണ്. ഞങ്ങളുടെ സൺഡേ ആയിട്ടുള്ള പരിപാടി ഇതൊക്കെയാണ്. ചക്കനാണ് ആൾക്കാര്. ചക്ക ചക്കേ ചക്കേ. കാരണം പുള്ളിക്കാരത്തിന് ഇങ്ങനത്തെ തീറ്റാരണമാണ്. ചക്കയും കഴിക്കൂല, ഒന്നും കഴിക്കൂല. കട്ട് ചെയ്തിട്ട് ചക്കയെന്ന് കൊണ്ടിരിക്കണ രണ്ടും കൂടെ. ചക്ക ചക്കേ ചക്കേ ചക്കേ. ഏറ്റവും ദോഷമൊന്നും ഇല്ലാത്ത നമുക്ക് വിഷാംശങ്ങളൊന്നും ഇല്ലാത്ത സാധനമാണ് ചക്ക. ശരിയാണ്. ഫ്രൂട്ട്സില് ബാക്കിയുള്ള ഐറ്റംസിലൊക്കെ വിഷാംശം ഉണ്ടാവും, പക്ഷെ ചക്കയില് വിഷാംശമില്ല, ഒന്നുമില്ല. അതേപോലെ തന്നെ മാങ്ങന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാവണ മാങ്ങ അതിലുണ്ടാവൂല. എന്നെ പ്രസവിക്കാൻ പോയ സമയത്ത് ഈ തള്ള തിന്നത് ചക്കയാണ് തിന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു പിന്നെ നിങ്ങളെല്ലാം പറഞ്ഞ ചക്കയാണ്. കള്ളി കള്ളത്തരം പറയണ ഇടക്കിടക്ക് സ്വഭാവം മാറ്റാനുള്ള അവര്. എന്നെ പ്രസവിക്കാൻ പോയപ്പോ എന്നെ പ്രസവിക്കാൻ പോയപ്പോഴും ചക്ക തിന്നാ. വെറുതെ ചക്ക ഇഷ്ടമല്ല. പിന്നെ വെറുതെ അല്ല, വെറുതെ അല്ല എനിക്ക് ചക്കയോട് ഇത്ര ഇഷ്ടം. നീ തള്ള എന്നെ പ്രസവിക്കാൻ പോയപ്പോ മൊത്തം നിന്ന് ചക്കയാണ്. അവനെ പ്രസവിക്കാൻ പോയപ്പോ ഇറച്ചി. നമ്മളെ പ്രസവിക്കാൻ പോയപ്പോ വല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വല്ല സാധനം തിന്നാണെങ്കിൽ കുഴപ്പമുണ്ടായില്ല. ഇത് ചക്കയാണ് നിന്നുകൊണ്ട് പോയി പ്രസവിച്ചത്. അച്ഛനോട് പറയണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും പ്രസവിക്കാൻ പോകുമ്പോ നല്ല സാധനം വാങ്ങിച്ചു തന്നെന്ന്. ചക്ക ഒന്നുകൊണ്ട് പോയി പ്രസവിച്ചേക്കണം. വെറുതെ അല്ല, ഞാൻ ചക്കച്ചോളം ഇരിക്കണം. ചക്കച്ചോള ചക്കക്കുരു കുരുവാണ്.